നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇത് ZKteco എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബയോമെട്രിക്സ് ആൻഡ് പഞ്ചിങ് മെഷീനാണ്. അപ്പോൾ ഇതെങ്ങനെ കോൺഫിഗർ ചെയ്യുമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബട്ടൺസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 1 2 3 4 5 6 7 8 9 ഉണ്ട്. പിന്നെ 2 എന്ന് പറയുന്ന ബട്ടണിനകത്ത് ഇംഗ്ലീഷ് ആൽഫബറ്റുകളായ എയും ബിയും സിയും ഉണ്ട്. അതുപോലെ 3 DEF, 4 GHA, അങ്ങനെ ഇംഗ്ലീഷ് ആൽഫബറ്റുകളുണ്ട്. 0 ഉണ്ട്. ഇതാണ് പവർ സ്വിച്ച്. അപ്പോൾ ഇതിൽ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഓഫ് ആവുന്നതാണ്. സിസ്റ്റം ഇപ്പോൾ ഓഫ് ആയിപ്പോയി. ഇത് മെനു എന്ന് പറയുന്നൊരു ബട്ടണാണ്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്ഷൻസൊക്കെ വരും. ബാക്കിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എസ്കേപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യാം. അതുപോലെ മുകളിലത്തെ ഓപ്ഷനിലേക്ക്, അതായത് നമ്മളൊരു കുറേ മെനു പല ലെവലായിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ അപ്പ് ആരോ യൂസ് ചെയ്യും. താഴേക്ക് ഡൗൺ ആരോ, റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ ആരോ ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഓൺ ചെയ്യുകയാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ പവർ സ്വിച്ച്. പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ലിനക്സ് എന്ന് പറഞ്ഞാണ് ഇത് കാണിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എന്ന് പറയുന്നത്. നമ്മളിവിടെ കൈ വെക്കുമ്പോൾ ഈ പച്ച കളർ ലൈറ്റ് നമ്മുടെ കയ്യിലടിക്കുന്നു. നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ഇത് റീഡ് ചെയ്യുന്നു. ഒരു ക്യാമറ പോലെ, ഒരു മാക്രോ ലെൻസ് ക്യാമറ ആയാണ് റീഡ് ചെയ്യുന്നത്. ആ ഒരു സെറ്റപ്പ് വെച്ചിട്ടാണ് ഇത് റീഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഗ്രൗണ്ടുണ്ട്, 12 വോൾട്ട് ഔട്ട്, ഗ്രൗണ്ട്, ബട്ടൺ, നോർമലി ഓപ്പൺ, അതുപോലെ തന്നെ നോർമലി ക്ലോസ്ഡ്, കോമൺ എന്ന് പറഞ്ഞ കണക്ഷനുണ്ട്. പിന്നെ ഇതിലേക്ക് വരുന്ന 12 വോൾട്ട് ഇന്നും ഗ്രൗണ്ടും ഉണ്ട്. ഇത് കണക്ട് ചെയ്താൽ നമുക്ക് ഡോർ ആക്സസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് അഥവാ മെനു എന്ന് പറഞ്ഞ ബട്ടൺ. ഇത് പ്രസ് ചെയ്ത് ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ അഡ്മിൻ ആയിരിക്കണം. അഡ്മിൻ അഫേം, അതായത് അഡ്മിൻ കൺഫേം ചെയ്യാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ മെനു വന്നിരിക്കുന്നു. ഇതിൽ ഫസ്റ്റ് കാണിക്കുന്നത് യൂസർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ യൂസർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ഞാൻ എൻ്റർ അടിക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഓക്കെ ബട്ടൺ. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പുതിയ ന്യൂ യൂസറിനെ ആഡ് ചെയ്യുക എന്നുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത്. പിന്നെ രണ്ടാമത് മാനേജ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, SMS എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, വർക്ക് കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, ആക്സസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരെ പോകുന്ന ന്യൂ യൂസറാണ്, അതായത് പുതിയൊരു യൂസറിനെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഇന്നത്തെ 34ഓളം യൂസറിനെ ആഡ് ചെയ്തിട്ടുണ്ട്. 35ാമത്തെ ID നമ്പർ എന്ന് പറയുന്നത് ഇവിടെ കാണാൻ പറ്റും. 35ാമത്തെ യൂസറിനാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. താഴേക്കുള്ള ആരെ ഞെക്കുക. അപ്പോൾ അയാളുടെ പേരാണ് ടൈപ്പ് ചെയ്യേണ്ടത്. പേര് ടൈപ്പ് ചെയ്യാൻ നമ്മൾ ഈ ആൽഫബറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല. ഇനി ഇംഗ്ലീഷ് ആൽഫബറ്റ് എനേബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഈ റൈറ്റിലേക്കുള്ള ആരോ പ്രസ് ചെയ്യാം. റൈറ്റിലേക്കുള്ള ആരോ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പം ആര്യൻ എന്ന് പറഞ്ഞ പേരാണ് ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കിടക്കുന്നത് 2 എന്ന് പറയുന്ന നമ്പറിലാണ്. അപ്പോൾ ഞാൻ 2 പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ, ഈ 2 എന്ന് പറയുന്ന നമ്പർ പ്രസ് ചെയ്യുമ്പോൾ ABCയുടെ പല കോമ്പിനേഷൻസ് വരും. 0 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ A, 1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ B, 2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ C, അതുപോലെ 3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ A, 4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ B, അതുപോലെ 5 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ C. അപ്പോൾ 2 എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എയും ബിയും സിയുമാണ് കിട്ടുന്നത്. അത് ക്യാപിറ്റൽ ലെറ്റർ വേണോ സ്മോൾ ലെറ്റർ വേണോ എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ പോലെ അടുത്ത 3 അക്കങ്ങൾ വെച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പേര് തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്ററിലാണ്. അപ്പോൾ ഞാൻ 3 എന്ന് പറഞ്ഞ ലെറ്റർ പ്രസ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ വന്നിട്ടുണ്ട് A. ഇനി അടുത്തത് എനിക്ക് വേണ്ടത് 6 വേണ്ടത്, ആര്യൻ്റെ. അപ്പോൾ 7 എന്ന് പറഞ്ഞ നമ്പർ ഞാൻ പ്രസ് ചെയ്യുകയാണ്. അതിനകത്താണ് 6 ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പറഞ്ഞ ക്യാപിറ്റൽ ലെറ്റർ 6 വേണമെന്നുണ്ടെങ്കിൽ ഈ 6 എന്ന് പറഞ്ഞ നമ്പർ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ 6 പ്രസ് ചെയ്ത് AR വന്നു. ഇനി Y ആണ് വേണ്ടത്. Y എന്ന് പറയുന്ന ആൽഫബറ്റ് കിടക്കുന്നത് ഈ പറഞ്ഞ 9-നകത്താണ്. ഞാൻ 9 പ്രസ് ചെയ്യുകയാണ്. 9 പ്രസ് ചെയ്യുമ്പോൾ W X Y Z എന്ന് പറഞ്ഞ ഈ പറഞ്ഞ 4 അക്കങ്ങൾ വന്നു. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം ARY. ഇനിയും Y വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ പറഞ്ഞ ക്യാപിറ്റൽ ലെറ്റർ Y വേണമെങ്കിൽ 6 പ്രസ് ചെയ്യാം. അപ്പോൾ ഞാൻ 6 പ്രസ് ചെയ്ത് അപ്പോൾ ARY വന്നു. ഇനി A ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ 2 എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അന്നേരം ക്യാപിറ്റൽ ലെറ്റർ A വേണമെന്നുണ്ടെങ്കിൽ 3 പ്രസ് ചെയ്യുക. 3 പ്രസ് ചെയ്ത് ഇനി N ആണ് എനിക്ക് വേണ്ടത്. ഇപ്പോൾ N കിടക്കുന്നത് 6-ലാണ്. അപ്പോൾ ഞാൻ 6 പ്രസ് ചെയ്യുമ്പോൾ ഇനി ക്യാപിറ്റൽ ലെറ്റർ N വേണമെങ്കിൽ ഞാൻ 4 പ്രസ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഞാൻ 4 പ്രസ് ചെയ്യുന്നു. അപ്പോൾ ആര്യൻ എന്ന് പറഞ്ഞൊരു പേര് എനിക്ക് കിട്ടി. ഞാൻ തൊട്ട് അടുത്ത ബാക്കിൽ താഴോട്ടുള്ള ഓപ്ഷൻ പറഞ്ഞെങ്കിൽ ജസ്റ്റ് ഇതിൽ നിന്ന് പുറത്ത് കിടക്കണം. അപ്പോൾ ഞാൻ എസ്കേപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ആ ആൽഫബറ്റിൻ്റെ ആ ഒരു മെനു അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് അങ്ങ് പോയി കിട്ടി. താഴേക്കുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും FP ഫിംഗർ പ്രിൻറ്റ്, എൻറോൾ ഫിംഗർ പ്രിൻറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫിംഗർ പ്രിൻറ്റ് ആഡ് ചെയ്യാനാണ് പറയുന്നത്. ഞാൻ ഓക്കെ കൊടുക്കുന്നു. നമ്മൾ 3 തവണ ഇതിൽ ഫിംഗർ പ്രിൻറ്റ് വെക്കണം. അപ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ക്വാളിറ്റി കാണിക്കും 81% ഓക്കെയാണ്. രണ്ടാമത്തെ ഫിംഗർ പ്രിൻറ്റ് വെച്ചു, അത് 67%. മൂന്നാമത്തെ ഫിംഗർ പ്രിൻറ്റ് വെച്ചു. അപ്പോൾ ഓൾറെഡി ഈ ഫിംഗർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫിംഗർ തന്നെ ഞാൻ ഇതിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ വേറൊരു ഫിംഗർ കൊടുക്കുകയാണ്. 92% ഇതിൻ്റെ ആക്യുറസി ഉണ്ട്. വീണ്ടും 70% ആക്യുറസി ഉണ്ട്. 92% ഉണ്ട് ഫിംഗർ ആഡായി. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഫിംഗർ വേറെ ഏതെങ്കിലും ഒരു യൂസറായിട്ട് അത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പറയും ഡ്യൂപ്ലിക്കേറ്റ് ഫിംഗർ എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നു.
അപ്പോൾ നമ്മുടെ നമുക്ക് 2-3 ഫിംഗറിലൊക്കെ ആഡ് ചെയ്യാം. ഞാൻ എസ്കേപ്പ് അടിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ കണ്ട FP ഫിംഗർ പ്രിൻറ്റ് നമ്പർ 1 കാണിക്കുന്നുണ്ട്. അതായത് ഒരു ഫിംഗർ ആഡ് ചെയ്തതിനകത്ത്. ഇനി ഈ യൂസർ, അതായത് 35ാമത്തെ ഈ ആര്യൻ എന്ന് പറയുന്ന യൂസറിൻ്റെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാസ്വേഡ് സെറ്റ് ചെയ്യാം. ഞാൻ പാസ്വേഡ് സെറ്റ് ചെയ്യാണ് 1 2 3 4. ഞാനത് കൺഫേം ചെയ്യുകയാണ്. 1 2 3 4. അങ്ങനെ ആര്യൻ എന്ന് പറഞ്ഞ യൂസറിന് പാസ്വേഡുമായി ഞാനത് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, അയാൾക്ക് പാസ്വേഡായി. ഇനി കാർഡ്, പഞ്ചിങ് കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആ കാർഡ്. ഈ കാർഡ് യൂസ് ചെയ്ത് നമുക്ക് പഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എൻറോൾ കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. കാർഡ് വെക്കാൻ പറയുന്നു. അപ്പോൾ ഓൾറെഡി ഈ കാർഡുകളൊന്നും എടുക്കുന്നില്ല. കാരണം കണ്ടോ, കാർഡ് വെക്കുമ്പോൾ പഞ്ചിങ് കാർഡ് എന്ന് പറയും. ഈ കാർഡ് വെക്കുമ്പോൾ ഇത് എടുക്കുന്നില്ലെങ്കിൽ ഓൾറെഡി ഈ കാർഡുകളൊക്കെ ഇതിലെ പല യൂസേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാർഡ് വെക്കുമ്പോൾ ടിക്ക് വരുന്നതാണ്. ഓൾറെഡി ഈ കാർഡിൽ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇത് വരാത്തത്. അപ്പോൾ ഞാൻ കാർഡിൻ്റെ ഓപ്ഷൻ തൽക്കാലം കൊടുക്കുന്നില്ല. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ്, ഏത് ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിൽ തന്നെ അവിടെ ഫുഡ് ഉണ്ടാക്കുന്ന കിച്ചണിലെ ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ സെർവ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ വെയിറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവരെല്ലാം പഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റായിട്ട് പഞ്ച് ചെയ്യുന്നത് വിചാരിക്കുക. സെയിൽസിലിരിക്കുന്നവർ നമ്മൾ എന്ത് ചെയ്യും, സെയിൽസിൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുക. ഇനി അതല്ല സ്റ്റോർ കീപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റോർ കീപ്പിംഗ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ കമ്പനി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കമ്പനി ഉണ്ട്, CCTV ഉണ്ട്. നമുക്കിഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനകത്ത്. ഇനി താഴത്തെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂസറിന് രജിസ്ട്രാർ, അതായത് നമ്മളിപ്പോൾ ഈ മെഷീൻ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഡാറ്റ എടുക്കാനും ഒക്കെ ആക്സസ് ഉള്ള ഒരു വ്യക്തിയാണ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. ഇയാളെ രജിസ്ട്രാർ ആക്കണോ അതോ സാധാ ഒരു അഡ്മിൻ ആക്കണോ, അതോ സാധാ ഒരു യൂസർ ആക്കണോ, അല്ലോ അഡ്മിൻ ആക്കണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ യൂസറുണ്ട്, രജിസ്ട്രാർ ഉണ്ട്, അഡ്മിൻ ഉണ്ട്. അഡ്മിൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ ഡിവൈസുമായിട്ട് പൂർണ്ണമായ ആക്സസ് ഉണ്ടായിരിക്കും. ആ ആൾക്ക് ഈ ഡിവൈസ് വേണമെങ്കിൽ റീസെറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അഡ്മിൻ ആക്കി വെക്കാം, അല്ലെങ്കിൽ സാധാരണ പഞ്ചിങ്ങും പഞ്ചൗട്ടും മാത്രം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ യൂസർ ആക്കി വെക്കാം. പിന്നെ രജിസ്ട്രാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇത്രയും ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുമ്പോൾ സേവ് ചേഞ്ചസ് കണ്ടിന്യൂ. അപ്പോൾ ഈ യൂസറിന് എന്ത് ചെയ്തു, 35ാമത്തെ ഒരു യൂസറിന് ആര്യൻ എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ഡേറ്റാസ് എല്ലാം ഇൻപുട്ട് ആക്കിക്കൊണ്ട് നമ്മൾ സേവ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി എൻ്റെ ഇതാണ് അതിൻ്റെ മെനു എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഫിംഗർ കൊണ്ട് എൻ്റർ ചെയ്യുമ്പോൾ കണ്ടോണം, 35ാമത്തെ യൂസറായ ആര്യൻ എന്ന് പറയുന്ന ആളുടെ ഫിംഗർ പ്രിൻ്റ് വെച്ച് വെരിഫൈഡ് ആണെന്നാണ് പറയുന്നത്. ഞാൻ വീണ്ടും ആ ഫിംഗർ എടുക്കുന്നുണ്ട്. 35ാമത്തെ യൂസറായ ആര്യൻ എന്ന് പറഞ്ഞ ആൾ വെരിഫൈഡ് ആണ്. എൻ്റെ വേറൊരു ഫിംഗർ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 31ാമത്തെ അനൂപ് AG എന്ന് പറഞ്ഞുകൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഓൾറെഡി പഞ്ചിങ് കാർഡ് ഞാൻ എൻ്റെ അനൂപ് AG എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാർഡ് വെക്കുമ്പോൾ കണ്ടോ, പഞ്ചിനായി പഞ്ച് ഔട്ട്, പഞ്ച് ഔട്ട്. ജസ്റ്റ് വെക്കുമ്പോൾ തന്നെ ഇത് റീഡ് ചെയ്യും. ഒരാൾ യൂസ് ചെയ്ത ഈ പഞ്ചിങ് കാർഡ് വേറൊരാളുടെ IDയിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരാളുടെ ഫിംഗർ പ്രിൻറ്റ് വേറൊരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഡിവൈസിൻ്റെ മെനു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. യൂസർ മാനേജ്മെൻറ്റ്, ഇപ്പോൾ നമുക്ക് ഓൾറെഡി ആഡ് ചെയ്ത യൂസറിനെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസർ മാനേജ്മെൻറ്റ് എന്ന ഓപ്ഷനിനകത്തേക്ക് പോവാം. അവിടെ നമ്മൾ ന്യൂ യൂസറെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പ്രത്യേകം പറഞ്ഞത്. ഓൾറെഡി ഉണ്ടായിരുന്ന യൂസറിനെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാനേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവാം. ഓക്കെ കൊടുക്കുക. കണ്ടോ, ഇതിനകത്തുള്ള യൂസേഴ്സിൻ്റെ ഒക്കെ പേര് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേതെങ്കിലും ഒരു യൂസറിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കുക, എഡിറ്റ് കൊടുക്കാം, അയാളുടെ റെക്കോർഡ്സ് നോക്കാം, ഡിലീറ്റ് ചെയ്യാം, പുതിയ യൂസറിനെ ആഡ് ചെയ്യാം. പല ഓപ്ഷൻസ് ഉണ്ട്. റെക്കോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ വന്ന പഞ്ച് ഔട്ട് ചെയ്തതുമായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് യൂസർ മാനേജ്മെൻറ്റ് കയറി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ യൂസറിനെയും നമുക്ക് ആഡ് ചെയ്യാനും ആ യൂസറിൻ്റെ ഡാറ്റാസ് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഇത് അഡ്മിന് മാത്രമേ പറ്റുകയുള്ളൂ. പിന്നെ SMS എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. നമുക്കിവിടെ കാണാം SMS എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഈ ഓപ്ഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് സെറ്റ് ചെയ്ത് വെക്കാം. ആ മെസ്സേജ് ഇതിൻ്റെ ഇവിടെ കണ്ടു. ഇപ്പോൾ ഇവിടെ വെൽക്കം എന്ന് പറഞ്ഞ് കാണിക്കുന്ന പോലെ തന്നെ ഒരു മെസ്സേജ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ന ഡേറ്റ് അവധിയാണ്, ഇന്ന ഡേറ്റ് ഹോളിഡേ ആണ്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർക്ക് ഷിഫ്റ്റ് മാറ്റിയിരിക്കുന്നു എന്നൊക്കെ നമ്മുടെ മെസ്സേജസ് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അഡ്മിൻ എന്ന് പറഞ്ഞ യൂസറിന് മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കയറി ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഓരോ യൂസറിനും ഞാൻ പറഞ്ഞ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഷെഡ്യൂൾ സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, അറ്റൻഡൻസ് റൂള് നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഷെഡ്യൂൾ നമുക്ക് മാനേജ് ചെയ്യാം. പുതിയ ഷെഡ്യൂൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് ഡേറ്റ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഓപ്ഷനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. COMM എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നെറ്റ്വർക്ക് കേബിൾ വഴിയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ കാണാൻ പറ്റും.
ഇവിടെ നമ്മളൊരു കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും RJ45 ജാക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു ഈതർനെറ്റ് പോർട്ടുണ്ട്, അല്ലെങ്കിൽ RJ45 ഒരു പോർട്ടുണ്ട്. നമ്മളിതിൽ നെറ്റ്വർക്ക് കേബിൾ കണക്ട് ചെയ്യാം. നെറ്റ്വർക്ക് കേബിൾ കണക്ട് ചെയ്തതിന് ശേഷം ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പോർട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടോ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇതിൽ IP അഡ്രസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് C IP അഡ്രസ്സാണ് 192.168.1.200 എന്നുള്ള IP ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ IP സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറും ഈ ഒരു ക്ലാസ് Cയിൽ തന്നെ വരുന്ന ഒരു IP അഡ്രസ്സ് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സബ്നെറ്റ് മാസ്ക് സെറ്റ് ചെയ്യാം. അതിനുശേഷം ഈ പഞ്ചിങ് മെഷീൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, നമ്മുടെ വിൻഡോസ് PCയിൽ യൂസ് ചെയ്യാനാണെങ്കിൽ അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ഡിവൈസുമായിട്ട് അത് കണക്ഷനിൽ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കണക്ഷനിൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷം ഡാറ്റാസ് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് എക്സലിലോ PDF ആക്കി മാറ്റിയിട്ട് അറ്റൻഡൻസ് റിപ്പോർട്ട് എടുക്കാവുന്നതാണ്. അതൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ നെറ്റ്വർക്ക് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഈ സിസ്റ്റം ഈ ഡിവൈസിനെ നമുക്ക് പല രീതിയിൽ കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതിൻ്റെ സിസ്റ്റം പാരാമീറ്റേഴ്സ് എങ്ങനെ വേണമെന്നുള്ളതും, ഡേറ്റ് ഫോർമാറ്റ്, കീയുടെ ഫോർമാറ്റ്, അതുപോലെ തന്നെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴുള്ള കീയും അലാമും, അതുപോലെ ഓരോരോ സൗണ്ട്, ഈ ഡിവൈസിൻ്റെ ഓരോ സൗണ്ടുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കയറിയാൽ ഡാറ്റ മാനേജ്മെൻറ്റ്, ഡാറ്റാസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്യാൻ പെൻഡ്രൈവ് നോട്ട് ഫൗണ്ട്, അതായത് സൈഡിൽ ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്യാൻ പറ്റും. ഈ പെൻഡ്രൈവ് വഴി നമുക്ക് ഇതിനെ ഫേംവെയർ, അതായത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഡേറ്റും ടൈമും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ വർഷം, ഇയർ, മന്ത് ഏത് വേണമെങ്കിലും നമുക്ക് ഷെഡ്യൂൾ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൻ്റെ ഡിസ്പ്ലേ, അതായത് ഐഡിയൽ സ്റ്റേറ്റിൽ നമ്മൾ വെറുതെ ഈ ഡിവൈസ് ഇരിക്കുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ എന്തൊക്കെ കാണിക്കണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഏത് തരം ക്ലോക്ക് വേണം, നമ്മുടെ വാൾപേപ്പർ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഏത് ക്ലോക്ക് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പണ്ടൊക്കെ ബേസ് മോഡൽ ഫോൺ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ബേസ് മോഡൽ സെറ്റ് സ്മാർട്ട് ഫോണൊക്കെ വരുന്നതിന് മുമ്പ് അതെങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇത് വലിയൊരു കാര്യമൊന്നുമല്ല. ഒരു ബേസ് മോഡൽ മൊബൈൽ ഫോൺ സെറ്റ് ചെയ്യാൻ അറിയാവുന്നവർക്കൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഇത് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഡിവൈസ് റീസെറ്റ് ചെയ്യാം. സിസ്റ്റം റീസെറ്റ്, കീബോർഡിൻ്റെ സെറ്റിങ്സ് റീസെറ്റ്, എല്ലാം റീസെറ്റ് ചെയ്യാം. പാരാമീറ്റേഴ്സ് റീസെറ്റ് ചെയ്യാം. ആക്സസ് സെറ്റിങ്സ്, ആർക്കൊക്കെ ഈ ഡിവൈസിലേക്ക് ആക്സസ് ഉണ്ടോ അത് നമുക്ക് റീസെറ്റ് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. പിന്നെ ഓട്ടോ ടെസ്റ്റ് ഉണ്ട്. ഈ ഡിവൈസിൻ്റെ എല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒക്കെ ഉണ്ടോ, ഡിസ്പ്ലേ ടെസ്റ്റ് ചെയ്യാണ്. റെഡ്, ഗ്രീന്, ബ്ലൂ, യെല്ലോ, പിന്നെ ലൈറ്റ് ബ്ലൂ ഉണ്ട്, പിങ്ക്, ഇതൊക്കെ കളർ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ കൊടുക്കാം. TFT ടെസ്റ്റ് ഉണ്ട്, ഓഡിയോ ടെസ്റ്റ് ഉണ്ട്. കണ്ടോ, Incorrect password. Access denied. Invalid ID. Please try again. Duplicate ID. The clock is slow. Duplicate finger. Duplicated punch. അപ്പോൾ പല രീതിയിലുള്ള സൗണ്ടുകളുണ്ട്. അതെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ കീബോർഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓരോ ബട്ടൺ വർക്ക് ചെയ്യുന്നുണ്ടോ, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4, 5, 6, അപ്പ് ആരോ, ഡൗൺ ആരോ, ഇങ്ങനെ കീസ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. സെൻസർ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉണ്ടോ ടെസ്റ്റ് ചെയ്യാൻ പറ്റി. പിന്നെ RTC, അതായത് ഇതിനകത്തൊരു ബാറ്ററി ഉണ്ട്, ഡേറ്റും ടൈമും കാര്യങ്ങളൊക്കെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. റിയൽ ടൈം ക്ലോക്ക് എന്നാണ് പറയുന്നത്. അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. കണ്ടോ, പ്രസ് ഓക്കെ ടു, ഇതിപ്പോൾ കറക്റ്റാണ്, ഡേറ്റും ടൈമും കറക്റ്റ് ആണെങ്കിൽ മാത്രം ഓക്കെ കൊടുക്കുക. ഇത് റീസെറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ടൈം തെറ്റാണ്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത് അന്ന് മുതൽ ഇത് കറക്റ്റ് ടൈമാണോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പഞ്ചിങ് മെഷീൻ ആയതുകൊണ്ട് ഇതിൻ്റെ ടൈം തെറ്റിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ തെറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ RTC എപ്പോഴും ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി ഈ ഡിവൈസിൽ നിന്ന് ഡാറ്റ എങ്ങനെ നമ്മൾ കമ്പ്യൂട്ടറിൽ എടുക്കുമെന്നതാണ് അടുത്ത വീഡിയോയിൽ പറയുന്നത്.